ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്സിലുള്ള ക്യൂജിസ് പ്രോജക്റ്റ് എന്ന ഫോൾഡറിൽ മുനിസിപ്പൽ മാപ്പ് .qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഭൂപടത്തിലെ ഷോപ്പ് ലെയർ അപ്രത്യക്ഷമാക്കുക. വാർഡ് 3-ന് നൽകിയിരിക്കുന്ന വയലറ്റ് നിറം മാറ്റി ചുവപ്പ് നിറം ആക്കുക. ഈ വിഭവ ഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. സൂചന: ചിത്ര ഫയൽ സേവ് ചെയ്യുന്നതിന് ക്യൂജിസ് സോഫ്റ്റ്വെയറിലെ പ്രോജക്റ്റ് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. A resource map named municipal map.qgs is in the QGIS project folder in exam documents in home. Open this file in QGIS desktop software and complete the following activities. Make the shop layer disappear from the map. Change the violet color assigned to Ward 3 to red. Save this resource map as an image file to exam folder in home. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്സിൽ ക്യൂജിസ് പ്രോജക്ട്സ് എന്നതിനുള്ളിൽ ഇതാണ് തുറക്കേണ്ട ഫയൽ. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ആദ്യം ചെയ്യുവാനുള്ളത് ഭൂപടത്തിലെ ഷോപ്പ് ലെയർ അപ്രത്യക്ഷമാക്കുക എന്നതാണ്. അതിന് ഷോപ്പ് ലെയറിൻ്റെ ഇടതുഭാഗത്തുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. അങ്ങനെ ചെയ്തപ്പോൾ ഷോപ്പുകൾ അദൃശ്യമായി. രണ്ടാമത് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത് വാർഡ് 3-ന് നൽകിയിരിക്കുന്ന വയലറ്റ് നിറം മാറ്റി ചുവപ്പ് നിറം ആക്കുക എന്നതാണ്. നമുക്ക് നിറം മാറ്റേണ്ടത് 3-ാമത്തെ വാർഡാണ്. 3-ാമത്തെ വാർഡ് ഇതാണ്. അതിൻ്റെ നിറം മാറ്റുവാനായി ഈ വയലറ്റ് നിറമുള്ള ചതുരത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്നും അനുയോജ്യമായ നിറം സെലക്ട് ചെയ്യുന്നു. ചുവപ്പ് നിറമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്നും ചുവപ്പ് നിറം സെലക്ട് ചെയ്തു. 3-ാമത്തെ വാർഡിൻ്റെ നിറം മാറിക്കഴിഞ്ഞു. ഈ വിഭവ ഭൂപടം ഒരു ചിത്ര ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ക്യൂജിസ് സോഫ്റ്റ്വെയറിലെ പ്രോജക്റ്റ് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സേവ് ചെയ്യാനായി പ്രോജക്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം 10 ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഫയൽ നെയിം നൽകുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ. PNG ഫോമാറ്റിൽ ചിത്ര ഫയലായി സേവ് ചെയ്യുന്നതിന് വേണ്ടി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.